വെൽക്കം ടു ന്യൂ ഫേസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് ഗമ്മി സ്മൈൽ. എന്താണ് ഈ ഗമ്മി സ്മൈൽ? ഗമ്മി സ്മൈൽ എന്ന് പറയുന്നത് നമ്മൾ ചിരിക്കാൻ നേരം എക്സസ് മോണ കാണുന്നതാണ് ഗമ്മി സ്മൈൽ എന്ന് പറയുന്നത്. ഇതൊരു പ്രോബ്ലം ആണോ? ഡെഫിനറ്റ്ലി. കാര്യം നമ്മൾ ചിരിക്കുമ്പം ബേസിക്കലി ഒരു 2 മില്ലിമീറ്റർ മോണേ കാണാവും. പക്ഷേ ഈ ഗമ്മി സ്മൈൽ ഉള്ളവർക്ക് അധികമായി മോണ കാണുന്നതാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പേഷ്യൻറ്റിൻ്റെയാണ്. ഈ പേഷ്യൻറ്റ് ഞങ്ങളുടെ അടുത്ത് വരുന്നത് 6 മാസം മുന്നേ. മെയിൻ കംപ്ലൈൻറ്റ് ചിരിക്കാൻ നേരം അധികമായിട്ട് മോണ കാണുന്നു, പ്ലസ് മുന്നിലത്തെ പല്ല് മുന്നോട്ടിരിക്കുന്നു. അവർക്ക് വളരെ ടെൻഷനായിരുന്നു. അവർക്ക് ഇതിനൊരു പരിഹാരം വേണമായിരുന്നു. സോ നമ്മൾ ആ കേസ് അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ എക്സ്റേസ് എടുത്തപ്പോൾ മനസ്സിലായത് ഈ ഗമ്മി സ്മൈലിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് മേളത്തെ താടിയലിൻ്റെ വളർച്ച കൂടിപ്പോയി. മേളത്തെ താടിയലിൻ്റെ വളർച്ച കൂടുമ്പോൾ എന്ത് പറ്റും? മേളത്തെ താടിയലിലാണ് നമ്മുടെ പല്ലും ഗംസും. അത് താഴോട്ട് അധികമായിട്ട് വളർന്നു, പ്ലസ് മുന്നോട്ടുള്ള വളർച്ചയും കൂടുതലായിരുന്നു. സോ നമ്മൾ കമ്പി ഇട്ടു, സ്റ്റാർട്ട് ചെയ്ത് പല്ലുകളെല്ലാം ലെവൽ ചെയ്ത്, എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടർ നാവിഗേഷൻ ടെക്നോളജി മുഖേന നമ്മൾ സിമുലേഷൻ സർജറി ചെയ്തു. എങ്ങനെ ആ കുട്ടി ഒരു പെർഫെക്റ്റ് ഫേസായിട്ട് ഇറങ്ങി വരണം എന്ന് നമ്മളത് പ്ലാൻ ചെയ്ത്, ആ പ്ലാനിങ്ങിലൂടെ നമ്മൾ സർജറിക്ക് പ്രവേശിപ്പിച്ചു. സർജറിയിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ മേളത്തെ എക്സസ് താടിയലിനെ നമ്മൾ മാറ്റി, മുന്നിലത്തെ താടിയലിനെ മൾട്ടിപ്പിൾ പീസാക്കിയിട്ട് ആ എക്സസായിട്ട് മുന്നോട്ടിരുന്നത് നമ്മൾ ബാക്കിലോട്ടാക്കി. ഇപ്പം നിങ്ങൾക്ക് ആ കുട്ടിയുടെ പോസ്റ്റ് ഓപ്പ് കാണാം, എന്തോ വലിയ ഡിഫറൻസ്. സോ ദിസ് ഈസ് എ പവർ ഓഫ് ജോ സർജറി, എസ്പെഷ്യലി ഇങ്ങനത്തെ സിവിയർ ഗമ്മി സ്മൈൽ കറക്ഷൻ കേസുകൾക്ക്. സോ ഇപ്പോഴത്തെ പടം ഇറ്റ് ഈസ് ടേക്കൺ അറ്റ് 2 വീക്സ്. 2 വീക്സിലാണ് ഇത് എടുത്തേക്കുന്നത്. ആൻഡ് ഷീ ലുക്സ് വെരി ഗുഡ്. ആൻഡ് ആ ലേഡിയുടെ കോൺഫിഡൻസ് കൂടി. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഗമ്മി സ്മൈലോ ഇങ്ങനത്തെ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. താങ്ക് യു.